ഹലോ, എടോ താൻ ഇവിടെ അടുത്ത് എവിടെയാണെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. ഞാനിവിടെ ESIയിൽ വന്നതാണ്. അപ്പോൾ തൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞുവോ? അപ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ്. എവിടെ റീന? ആ അതെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ, എന്നാൽ വലിയ ഉപകാരമായിരുന്നു. ശരി ശരി, ഓക്കെ. ആ ഓക്കെ, ശരി ശരി. ഓക്കെ, എത്ര നാളായി അവളെ കണ്ടിട്ടെന്നറിയോ? സ്കൂൾ കാലത്ത് കണ്ടതാണ്, വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ കൂട്ടുകാരി കാണാൻ പോവാണ്. എന്തായാലും ESI വന്നതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു കാര്യം കൂടി നടത്തില്ല. റീന, എത്ര വർഷമായി കണ്ടിട്ട്? എത്ര കാലായിടോ തന്നെ കണ്ടിട്ട്? സ്കൂൾ കാലത്ത് കണ്ടതല്ലേ. അടിപൊളി. എന്നിട്ട് താൻ എങ്ങോട്ട് വന്നത്? ഞാൻ ESI വന്നതാ. അതെയോ? ഇവിടെയോ? ഹസ്ബൻഡിന് സുഖമില്ല, അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടി. ആണോ? ഓ, അത് ശരി. വരൂ. എത്ര കാലായി? വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല, പഞ്ചമ സ്കൂൾ ഇവിടെ അടുത്തല്ലേ. അപ്പോൾ പഞ്ചമ സ്കൂളിൻ്റെ അടുത്ത് വന്നിട്ട് ഓക്കെ, ഞാൻ വിളിച്ചതാ. ഓ, തന്നെ കണ്ടാൽ സന്തോഷം. ഓക്കെ, വരൂ. ശരി. എന്നിട്ട് മൂപ്പർക്ക് എങ്ങനെയുണ്ട്? മൂപ്പർക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റ് അടുത്താണ്. അതെയോ? ഓ, അത് ശരി. അമ്മ മരിച്ചതാണോ പറഞ്ഞോ? വരാൻ പറ്റിയില്ല തനിക്ക്. പെട്ടെന്നായിടോ. അത് ഒരു മാസം കഴിഞ്ഞു. അതെ, ആരോ പറഞ്ഞു ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിലെല്ലാം കണ്ടിട്ടുണ്ട്. അതെ. എല്ലാവരും വർഷങ്ങളായില്ലേ എത്ര വർഷമായി കണ്ടിട്ട്. സ്കൂൾ കാലത്ത് കണ്ടത്. സന്തോഷമുണ്ട്. ഓക്കെ, അനിയനുണ്ട്, അവൻ ഇപ്പോൾ ആംബുലൻസിലെ ഡ്രൈവറാണ്. ഞാൻ അറിയാം, ഗ്രൂപ്പിൽ എഴുതാണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടേതായത്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച 1ാം ക്ലാസ് മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കണ്ടിട്ടില്ല. വാ, ഇരിക്കോ. അല്ല, കുടിച്ചിട്ട് വന്നു. രാവിലെ ഡൽഹി ഉണ്ടാക്കിയിരുന്നു ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. നമ്മൾ കഴിച്ചു. ഇപ്പോൾ ESIയിൽ വന്നതാണ്. അത് ഭയങ്കര പേപ്പറോ അവിടെ പോണ സമയത്തൊന്ന് കയറിയിട്ട് കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ട്. അന്ന് വന്നിട്ട് പോയി അൽഷിബേല കാണിക്കണം. അവർക്ക് കുറച്ച് വയറിലെന്തോ കുറച്ച് പ്രശ്നമുണ്ട്. ട്രീറ്റ്മെന്റ് ആണ്. കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ലീവില്ല, ഒരാഴ്ചയായിട്ട് ലീവ്. ഇന്നത്തേക്ക് 10 ദിവസമായി. സുഖമില്ലല്ലോ, വേറെ ആരുമില്ല. മക്കളെ രണ്ടുപേരും കല്യാണം കഴിച്ചു. പെൺമക്കളാണല്ലോ. അപ്പൊ അവര് ഫോട്ടോസ് കാണാറില്ലേ? കഥകൾ നിർത്തിയിട്ടില്ല. കുറച്ച് ഒരു ബ്രേക്ക്. എന്താണ്, സമയം കിട്ടുന്നില്ല. ജോലിക്ക് പോക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആളെക്കാട്ട് അമ്പലമല്ലേ, നമ്മുടെ ഹിന്ദുവിന്റെ അമ്പലത്തിൽ വായിക്കുന്നുണ്ട് രാമായണം വൈകിട്ട്. അപ്പോൾ അത് 5:30 മുതലാണ്. അപ്പം അത് ഒരു മാസമുണ്ട്. അപ്പം അതിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ ബ്ലോക്കും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 8 മണിയാവും. അപ്പം പിന്നെ വേറെ സമയം കിട്ടില്ല. ഹസ്ബൻഡ് പിന്നെ വെള്ളം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ. അവർക്ക് ഇന്ന് ബെറ്ററായിരുന്നു. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വയ്യായിരുന്നു, കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, മാറും. മരുന്ന് കൊടുക്കുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. മക്കളിപ്പോൾ 2 കുട്ടികളായിട്ട് അവരവരുടെ സ്ഥലത്താണ്. ഒരാൾ വന്നു. അമ്മ ഇപ്പോൾ നവംബർ 1 എൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് ഇതുപോലെ പെട്ടെന്ന് വയറുവേദന വന്നിട്ട് 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. പക്ഷേ വേറെ കോംപ്ലിക്കേഷൻ പോലെ വയറുവേദനയില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എത്രയായിട്ടുണ്ട്. നാളെ മുതൽ ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ KVRൽ വർക്ക് ചെയ്യുന്ന കാറിൻ്റെ ഷോറൂം. കുട്ടികൾക്കൊന്നും അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല. കുട്ടികളല്ലേ, അവർക്ക് മക്കളുള്ളത് കൊണ്ട് സ്കൂളും. പിന്നെ മൂത്തവൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും ആരൊക്കെ ഇവിടെ? അനിയനും ഭാര്യയും കുട്ടികളും പിന്നെ ഞാനും അനിയത്തിയും മാത്രമേ അമ്മയിരുന്ന് കൂടെ ചേച്ചിയൊക്കെ വരാറില്ലേ? വരാറുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. 16 ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. അനിയത്തി ഇടയ്ക്ക് ഒന്ന് പോകും, ചേച്ചി വരും, ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരും. രാവിലത്തെ ഭക്ഷണം കഴിച്ചേ? ഓ, കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് വെറുതെ രാവിലെ നേരത്തെ അനിയൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടല്ലോ, അപ്പോൾ അവള് ക്ലിനിക്കിൽ പോകണം. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോദിക്കുന്നതൊക്കെ നടത്തുന്നുണ്ട്. മുന്നത്തിന്റെ മോളുടെ കല്യാണം പോയില്ലേ? ഇടയ്ക്കൊന്നും പോയിട്ടില്ല. ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ എനിക്ക് പറ്റിയില്ലേ, വയ്യാതെ ഇരിക്കുന്ന ആളല്ല. അപ്പൊ ഞാനും എനിക്ക് സുഖമില്ല. അപ്പൊ അങ്ങനെ പ്രഷറൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയില്ല. വിളിച്ചിരുന്നു കേട്ടോ, ഗ്രൂപ്പിലൊക്കെ പറഞ്ഞല്ലോ. പോകാൻ പറ്റില്ല. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു, ഫോണില്ലെന്ന് വിചാരിച്ചു. പിന്നെ ആലപ്പാട് അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ഇപ്പോൾ. അത് അപ്പൊ അവള് പറഞ്ഞ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനാണ്. അങ്ങനെയൊക്കെ ഒരു വിഷമം സങ്കടം.
അപ്പൊ എന്നാ ഒന്ന് പുറത്ത് പോയിക്കോളാൻ പറഞ്ഞേട്ടാ. അതെ, നമ്മുടെ കൂടെ എപ്പോഴുള്ള ആൾ പോകുമ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മ പോയി തന്നെ എനിക്ക് ഇപ്പോഴും അവിടെ അമ്മയുടെ വരുന്നുണ്ട്. റൂമിലൊക്കെ ഒറ്റയ്ക്കും പേടിയാണ്, ഒരു എന്തോ ഇത് വരും രാത്രിയൊക്കെ. ഞാനെന്തും കുറച്ചേരം ഇവിടെ ഉള്ള സമയത്ത് ഞാൻ അമ്മ അവിടെ കിടക്കണം, നമ്മുടെ കൂടെ പോയി കുറച്ചു നേരം കിടക്കും. ഇപ്പോഴും പല ചെയ്യുന്നുണ്ട്, കുറച്ചു നേരം നമ്മുടെ കൂടെ ആ റൂമിൽ പോയി കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പോയി. എന്നിട്ട് ആ ഇത് കിട്ടുമ്പോൾ അറിയിട്ടില്ല. ഇപ്പോഴും തനിച്ചിരിക്കുമ്പോൾ ആകെ വിഷമമാണ്. അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് ഞാനിന്ന് ഇന്ന കല്യാണം നിങ്ങൾക്കൊന്ന് അങ്ങനെ അടച്ചിരിക്കാതെ നമ്മളൊന്ന് ഇറക്കി പുറത്തൊക്കെ ഇറങ്ങണം, നമുക്ക് റിലാക്സ് കിട്ടണ്ടേ. ഏട്ടനും അവരൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. പക്ഷെ നമുക്ക് ഈ വീട് വിട്ട് അങ്ങനെ പോകാൻ തോന്നുന്നില്ല. മനസ്സിന്റെ നമ്മുടെ മനസ്സിന്റെ കുറച്ച് റിലാക്സേഷൻ ആണ്. ഓക്കെ, പാട്ടൊക്കെ പാടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഞാനും ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ പോകാനും. ESL തിരക്ക് കഴിഞ്ഞു നോക്കാം. ശരി, ഞാൻ ഓക്കെ വരൂ, ഇടയ്ക്ക് വരൂ കേട്ടോ. അവിടെ കൊടുത്തിൽ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഉച്ച വരെ ഉള്ളൂ ESL. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പറ്റൂല. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ. ഞാൻ പോയിട്ട് ഇനി ഒരിക്കൽ വരാം. ആയിക്കോട്ടെ, ശരി, എല്ലാവരും ഓക്കെ. ബൈ. ബൈ.